ആ നിൽക്കുന്ന വോളണ്ടിയറുടെ അടുത്ത് അന്ന് 7 സ്ത്രീകളാണ് വന്ന് പറഞ്ഞത്, ഞങ്ങൾ അബോർഷൻ ചെയ്യാനിരുന്നതാണ്, ഞങ്ങളിനി ചെയ്യത്തില്ല എന്ന്. ഏത് ഭർത്താവ് അത് കേട്ടാ ഞെട്ടിപ്പോകാത്തത്? വീണ്ടും അയാൾ എന്നോട് ചോദിക്കുക, താൻ എന്നോട് 2 ആഴ്ച മുമ്പ് വരാഞ്ഞു? താൻ 2 ആഴ്ച മുമ്പ് ഇവിടെ ക്ലാസ്സിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മരിക്കത്തില്ലായിരുന്നു. അന്ന് മുതൽ ആ +1കാരനെ ഞങ്ങൾ വിളിക്കും 7 പിള്ളേരുടെ അപ്പൻ. ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ജനിച്ചു. മാനവകുലത്തിന് മുഴുവൻ രക്ഷ കൈവന്നു. എന്നാൽ ഇന്നോ ദൈവത്തിന്റെ പദ്ധതി തകർത്തുകൊണ്ട് ഓരോ നിമിഷവും അനേകായിരം കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ കൊല ചെയ്യപ്പെടുന്നു. ഭ്രൂണഹത്യ എന്ന നരഹത്യക്കെതിരെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് പോരാടിയ എബ്രഹാം പുത്തൻകളത്തിന്റെ മേഴ്സി എബ്രഹാമിന്റെ ജീവിത അനുഭവങ്ങളിലൂടെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ സിനിമാ രംഗത്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിച്ചാത്തി കുട്ടപ്പൻ എന്ന പ്രേം നസീർ നായനായിട്ട് അഭിനയിച്ച സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് കടന്നു വരാനിടയായത്. അതോടുകൂടി ആ സിനിമയും അതിനോട് ചേർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവർ തുടർന്നു വരികയായിരുന്നു. 1980 ഒക്ടോബർ 20 ഞങ്ങളുടെ വിവാഹം. മേഴ്സി ചങ്ങനാശ്ശേരി മണലിൽ കുടുംബാംഗമാണ്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോഴും സിനിമാ രംഗത്ത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. മദ്രാസിൽ അതിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴും മേഴ്സി ഈ രംഗത്തും നമുക്ക് മാറണമല്ലോ എന്നൊരു ചിന്ത ഞങ്ങളുണ്ടായിരുന്നു. കാര്യം നവീകരണവും ഇതുമായിട്ട് ചേരുകയില്ല എന്ന ചിന്തയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ആ രംഗത്തു നിന്ന് മാറാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അതോടെ ആ രംഗം പരിപൂർണമായി ഉപേക്ഷിച്ചു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് 4 മക്കളുണ്ടായി. അതിൽ 3 പേർ വിവാഹിതരാണ്. അവർ 9 കൊച്ചുമക്കൾ ഞങ്ങൾക്കുണ്ട്. ഇളയ മോൻ വൈദികനാണ്. MCBS സന്യാസഭയിലെ ജോൺസ് പുത്തങ്കളം. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്യുന്നു. 1978 ഞാൻ അസംഷൻ കോളേജിലെ ധ്യാനമാണ് ഞാൻ കരിസ്മാറ്റിക് ധ്യാനം ആദ്യമായി കൂടിയത്. ഞങ്ങൾക്ക് ഡിഗ്രിക്കാർക്ക് ഫൈനൽ ഇയറുകാർക്കുള്ളൊരു ധ്യാനമായിരുന്നു. ഞങ്ങൾ 150 കുട്ടികൾ ധ്യാനിച്ചു. അതിലെ ഒരാളാണ് ഞാൻ. ധ്യാനത്തിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുവാനായിട്ട് ഞങ്ങളുടെ പ്രൊഫസർ ക്ലാസ്സിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഈശോയെ പ്രീച്ച് ചെയ്യണം. അപ്പോൾ എല്ലാവരും പരിഹസിച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈശോയെ പ്രീച്ച് ചെയ്തു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് മഹത്വം. പിന്നീട് ഞങ്ങളുടെ വിവാഹം 80-ലായിരുന്നു. 1980 വിവാഹത്തിന് ശേഷം ഞാൻ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും അവരെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന കാലയളവിൽ എനിക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാനോ ഒന്നും പ്രവർത്തിക്കാനോ സാധിച്ചിട്ടില്ല. ഇളയ കുഞ്ഞിന് 3 വയസ്സായപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ സ്പിരിച്വൽ എൽഡർ ഒരിക്കൽ എന്നോട് പറയുണ്ടായി, ബഹുമാനപ്പെട്ട പാപ്പൻ ചേട്ടൻ എന്നോട് പറയുണ്ടായി, നിനക്ക് പുറത്തിറങ്ങാൻ സമയമായി, ഈശോയുടെ ശുശ്രൂഷ ചെയ്യാൻ നിനക്ക് സമയമായി, അതുകൊണ്ട് നീ ഇനിയും ഇറങ്ങുക. അപ്പോൾ ഇളയ കുഞ്ഞിന് 3 വയസ്സ് തികഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഒന്നിച്ച് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട വൈദികരുടെ ടീമിൽ ഞങ്ങൾ പോകാനിടയായി. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട സിറിയക്കോട്ടയിൽ അച്ഛൻ ഞങ്ങളെ ഗുജറാത്തിൽ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളികൾക്ക് വേണ്ടി ധ്യാനത്തിനായിട്ട് അയച്ചു. ആ ധ്യാനം ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ തന്നെ ഒരു വളർച്ചാ ധ്യാനത്തിന് പോയി. ഞങ്ങൾ 2ാം പ്രാവശ്യം ഗുജറാത്തിൽ ധ്യാനത്തിന് പോകുന്നത് ബഹുമാനപ്പെട്ട ദിമേനോസ് കോച്ചേരി അച്ഛൻ്റെ കൂടെയായിരുന്നു. ആ ധ്യാനത്തിൽ
ജനങ്ങൾക്ക് ഒരു പ്രത്യേക ചലനമൊന്നും കാണാതിരുന്നപ്പോൾ ഒരു ദിവസം വൈകിട്ട് ടീം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പലരും അബോർഷൻ ചെയ്തവരാണ്, അതിൻ്റെ കുറ്റബോധത്തിലായിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വചനത്തെ ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്നും സന്ദേശം ലഭിച്ചു. അതിനാൽ പിറ്റേ ദിവസം ഗർഭഛിദ്രത്തെക്കുറിച്ചും അതിൽ നിന്ന് അതിൻ്റെ മറ്റ് പ്രത്യാഘാതത്തെക്കുറിച്ചൊരു ക്ലാസ് ഒരുക്കി. ആ ക്ലാസ്സിന് ശേഷം ഒരു പാട്ട് പാടിയപ്പോൾ ജനം മുഴുവനും വളരെ സന്തോഷത്തോടുകൂടി ഇരുന്ന് പാട്ട് പാടുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട കോച്ചേരിയച്ചൻ വിശ്രവാന കൊണ്ട് എഴുന്നള്ളിച്ച് ഒരാശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മാറ്റം കണ്ടത്. അന്ന് മുതൽ ചിന്തിക്കാൻ തുടങ്ങി, ഈ ഗുജറാത്തിലുള്ളവർ ഇത്രയും അബോർഷൻ ചെയ്ത അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു സംഭവമാണ് ഞങ്ങളെ പ്രോലൈഫ് ശുശ്രൂഷയിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത കൊണ്ടുവരാനിടയായത്. അന്ന് ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഞാൻ ഡയറക്ടറായും മേഴ്സി അസിസ്റ്റൻറ്റ് ഡയറക്ടറായി കൃപ പ്രോലൈഫ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയായിരുന്നു. 3 മാസത്തോളം പ്രാർത്ഥനയും ചിന്തകളുമായിരുന്നു. അക്കാലത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ജോസ് ഓലിക്കനും ടോമിച്ച മുളകുപാടവും ആ കാര്യങ്ങൾ കൂടുതൽ താല്പര്യമായി മുന്നോട്ട് വന്നു. ഞങ്ങൾക്കുണ്ടായ ഈ വഴിത്തിരിവ്, പ്രോലൈഫിലേക്കുള്ള വഴിത്തിരിവ് തമ്പുരാൻ്റെ വലിയ പദ്ധതിയായിരുന്നു. അതിൽ ഈ പ്രോലൈഫിൽ വന്നതിന് ശേഷം, അതായത് വളരെ കട്ടിയായ ഒരു ശുശ്രൂഷ തന്നെയാണ് പ്രോലൈഫ് എങ്കിലും ദൈവത്തിൻ്റെ വലിയ സഹായം, കൃപയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. കാരണം പ്രോലൈഫ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ പ്രയാസമാണ്, അതിനോട് അടുത്തു വരാനായിട്ടൊരു ഭയമാണ്. ഞങ്ങൾ 26 വർഷം ഒന്നിച്ച് പ്രോലൈഫ് ശുശ്രൂഷയിൽ ഞാനും ഭർത്താവും കൂടെ ചെയ്തു. കൃപ എപ്പോഴും കരുതിക്കൊണ്ടിരുന്നത് ജീവൻ്റെ സന്ദേശം പള്ളികളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല കൂടുതൽ പറയേണ്ടത്. ജനം എവിടെയുണ്ടോ അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. ജനം ഒരുപക്ഷെ മാർക്കറ്റിലായിരിക്കും, കവലകളിലായിരിക്കും, സ്കൂളിലായിരിക്കും, എവിടെയൊക്കെ ആണോ ജനം ഒന്നിച്ചു കൂടുന്നോ അവിടെ ഈ സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പള്ളികളിൽ ഇടയ്ക്കെങ്കിലും ഇതേക്കുറിച്ച് പറയാറുണ്ട്, അബോർഷൻ പാടില്ല എന്നോ ഒക്കെ പറയാറുണ്ട്. എന്നാൽ മറ്റ് മതസ്ഥർ അങ്ങനെയുള്ളവരൊന്നും ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നില്ല. ഈശോ വന്ന സർവ്വജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. ഓരോ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞും അത് ഏത് ജാതിയോ മതമോ ഏത് വേണേ ആയിക്കോളട്ടെ, അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ കൃപയുടെ പ്രവർത്തനങ്ങൾ കൂടുതലും ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യകാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. കൃപ തുടങ്ങിയ എക്സിബിഷൻ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ സഹോദരങ്ങൾ അതുമായിട്ട് ഓടി നടന്നിട്ടുണ്ട്. അന്ന് വലിയ സംവിധാനമൊന്നുമില്ല. പാണ്ടം കെട്ടും ചോന്ന് ഓരോ സ്ഥലത്ത് ഇരുന്നു എക്സിബിഷൻ സെറ്റ് ചെയ്യുന്നു, പുറത്തിറങ്ങുന്നു. അവിടെയൊക്കെ നമ്മുടെ ലഘുലേഖ കൊടുക്കുമായിരുന്നു. ലഘുലേഖ വിതരണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ അനുവാദം മേടിച്ചുകൊണ്ട് യാത്രക്കാർക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 4-5 ലക്ഷം ലഘുലേഖയെങ്കിലും അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് ഈ കാലം വരെ. അതിലൊക്കെ നമ്മൾ നമ്പർ കാണും. ഓരോ എക്സിബിഷൻ കഴിയുമ്പോഴും അവിടുന്ന് ഫോൺ വരും, ഞങ്ങൾ കളയാനിരുന്നതാ, കളയത്തില്ല എന്ന്. ഞാനിവിടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും മക്കളെ വളർത്തലും വീട്ടിലെ പണികളും എല്ലാം ചെയ്തതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിൽ ഗർഭിണികളുടെ അടുത്തേക്ക് ഓടാറുണ്ട്. എവിടെയെങ്കിലും ഒരു ഗർഭിണിയുണ്ടെന്ന് നമ്മളെ അറിയിച്ചാൽ അവർക്ക് അസ്വസ്ഥതയാണ്, ഭാരമാണ്, അവരെ ഒന്ന് കാണാമോ എന്ന് ചോദിക്കുമ്പോൾ ഓടിച്ചെന്ന് അവരെ കാണുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാനോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് ശക്തി സംഭരിച്ചുകൊണ്ട് ആ കാര്യം നിർവഹിച്ചു. അങ്ങനെ പല കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റി. 4ാമതുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെക്കുന്നവരെ, 3ാമത്തേത് വേണ്ട എന്ന് വെക്കുന്നവരെ, 2 പ്രസവം കഴിഞ്ഞ് നിർത്തണമെന്ന് ആഗ്രഹിച്ചവരെ, അങ്ങനെയൊക്കെയുള്ളവരെ പ്രത്യേകമായി കാണാനും അവരുടെ ഭവനങ്ങളിൽ ഓടിച്ചെല്ലുവാനും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിർത്താൻ വേണ്ടി എല്ലാം തയ്യാറെടുത്ത് കിടക്കുന്ന വ്യക്തികളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഇപ്പോൾ നിർത്തരുതേ എന്ന് പറയുവാനായിട്ടുള്ള ചങ്കൂറ്റം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ചെയ്യുണ്ടായി. ചെല്ലുമ്പോൾ നമുക്ക് ഒരിക്കലും അനുകൂലമായ
ഒരു സാഹചര്യമോ സംസാരമോ അവിടെ ലഭിക്കില്ല. പകരം നമുക്ക് വേദനയും ബുദ്ധിമുട്ടും നിന്ദയും പരിഹാസവും വഴക്കുമൊക്കെയാണ്. പക്ഷെ അതെല്ലാം ഈശോയെ പ്രതി സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്നൊരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ടും അടുത്ത കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ തട ഇടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് പരിശ്രമിക്കുവാൻ ദൈവം വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ എക്സിബിഷൻ ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് നെടിയകാലപ്പറമ്പ് ബിൽഡിങ്ങിലായിരുന്നു. അവിടെ എക്സിബിഷൻ റോഡിൽ ആളുകൾ നിന്നുകൊണ്ടൊരു സൗജന്യ എക്സിബിഷനാണ്, വന്ന് കാണാൻ പറയുന്നു. അങ്ങനെ ആളുകൾ കാണാൻ കയറുന്നു. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ വീഡിയോ കാണിച്ചുകൊണ്ടൊരു ചെറിയ ക്ലാസ്സുണ്ട്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു വ്യക്തി പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് എൻ്റെ കാലേ കയറി പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിനി എൻ്റെ കുഞ്ഞിനെ കൊല്ലത്തില്ല. എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മണിമലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ചങ്ങനാശ്ശേരിയിൽ എവിടെയും അബോർഷൻ ചെയ്യാൻ പറ്റിയതെന്നൊരു സ്ഥലം അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ബസ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു സൗജന്യ എക്സിബിഷൻ്റെ കണ്ടപ്പോൾ എന്നാ ചുമ്മാ കണ്ടേച്ച് പോകാമെന്ന് വെച്ച് കയറിയതാണ്. ഇതാണ് അബോർഷനെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലത്തില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാൻ സാധിച്ചത്. ഈ ഓരോ സംഭവം കഴിയുന്നതോടെ നമുക്ക് കൂടുതൽ ഉന്മേഷമാണ്. കാരണം എന്നാ ഓരോ ജീവനെ രക്ഷിക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണ് കേരളം മുഴുവൻ ഓടി നടന്നത്. കേരളത്തിലെ ഏകദേശം 12ഓളം രൂപതകൾ കൃപ പ്രോ ലൈഫ് തയ്യാറാക്കിയ എക്സിബിഷൻ സെറ്റ് വാങ്ങി അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. കൃപയുടെ എക്സിബിഷനുമായി വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോഴുള്ള അനുഭവങ്ങൾ ധാരാളമാണ്. ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിലെ ഒരു പെരുന്നാളിന് അവിടുത്തെ ഒരു പയ്യൻ +1 പഠിക്കുന്ന പയ്യനാണ്. ആ വ്യക്തിയുടെ ശ്രമഫലമായി അവിടെ ഒരു എക്സിബിഷൻ ക്രമീകരിച്ചിരുന്നു. രാവിലെ 8 മണി മുതൽ 4 മണി വരെ. ആ എക്സിബിഷൻ അവസാനിക്കുമ്പോൾ അതിനകത്തൊരു ശവപ്പെട്ടി വെച്ചിരുന്നു, ചെറിയൊരു ശവപ്പെട്ടി. അവിടെ ഒരു ബോർഡുണ്ട്, 5 കോടി കുഞ്ഞുങ്ങളെ ലോകമൊട്ടാകെ ഓരോ വർഷവും കൊല്ലുന്നു. ആ കുഞ്ഞുങ്ങളെ കൊന്നതിൻ്റെ ഉത്തരവാദി ആരെന്നറിയണമെങ്കിൽ ശവപ്പെട്ടിക്കകത്ത് നോക്കുക. നോക്കുമ്പം മുഖം നോക്കുന്ന കണ്ണാടിയാണ്, നമ്മളെ മുഖമാണ് കാണുന്നത്. ഉടനെ ആളുകൾ പറയും എനിക്ക് റോളൊന്നുമില്ല. ഉടനെ അവിടെ നിൽക്കുന്ന വോളണ്ടിയർ പറയും ഉണ്ട്. നിങ്ങളിത് തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയാറുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 2, ഈ തിന്മ മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ നിൽക്കുന്ന വോളണ്ടിയറുടെ അടുത്ത് അന്ന് 7 സ്ത്രീകളാണ് വന്ന് പറഞ്ഞത്, ഞങ്ങൾ അബോർഷൻ ചെയ്യാനിരുന്നതാണ്, ഞങ്ങളിനി ചെയ്യത്തില്ല എന്ന്. അന്ന് മുതൽ ആ +1കാരനെ ഞങ്ങൾ വിളിക്കും 7 പിള്ളേരുടെ അപ്പൻ. കാരണം ആ കൊച്ചൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് കൊടുത്ത ഈ തീ, ജീവനെ രക്ഷിക്കണമെന്നുള്ള ഈ തീ, തീർച്ചയായിട്ടും ഒരു പ്രോലൈഫറുടെ ഉള്ളിൽ ഈ തീ ഉണ്ടായിരിക്കണം. ഏത് വിധത്തിലും എങ്ങനെയും നശിപ്പിക്കപ്പെടാൻ പോകുന്ന ജീവനുകളെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. എന്ത് പ്രതിബന്ധമുണ്ടായാലും എന്തൊക്കെ തടസ്സമുണ്ടായാലും അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നുള്ളൊരു ബോധ്യം ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങാനുള്ള ആ താല്പര്യം ഉണ്ടാവുള്ളൂ. 4ാമത് ഗർഭം ധരിച്ച ഒരു സ്ത്രീയുടെ ഗർഭധാരണത്തിന് അവർക്ക് വളരെ ബുദ്ധിമുട്ടും ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലും അവരെത്തിയപ്പോൾ അവരുമായി ബന്ധപ്പെട്ട അവരുടെ വികാരി അച്ഛൻ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ 2 ആളും കൂടി അവിടെ ചെന്നു. ആ സ്ത്രീയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അവർ വളരെ എതിർപ്പോടുകൂടി സംസാരിച്ചെങ്കിലും അടുക്കുവാൻ ഒട്ടും മനസ്സ് കാണിച്ചില്ല ഞങ്ങളുടെ ആശയവുമായിട്ട്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹത്താൽ സംസാരിച്ച് വന്നു. ലാസ്റ്റ് ഒരു കാര്യം ഞാൻ അവരോട് പറഞ്ഞു, ഈ കുഞ്ഞായിരിക്കും നിങ്ങളുടെ മറ്റ് 3 കുഞ്ഞുങ്ങളെക്കാട്ടി പ്രഗത്ഭയും അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്ന വ്യക്തിയും അതായിരിക്കുമെന്ന് അവരോട് അവസാനം പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നേരെ എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത്. പിന്നീട് അറിഞ്ഞത് അവരാ ഗർഭം അലസിപ്പിക്കുന്നില്ല, കളയുന്നില്ല എന്ന് തീരുമാനിച്ചു. ആ കുഞ്ഞിനെ അവർ പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവർ വളർത്തി. ഇന്ന് ആ കുഞ്ഞ് അമേരിക്കയിൽ വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞാണ്. നല്ലൊരു മിടുക്കിയായിട്ട് ഇന്ന് മാതാപിതാക്കളിലൂടെ അവളാണുള്ളത്. അതുപോലെ തന്നെ വേറെയും കുട്ടികളുണ്ട് ഞങ്ങൾക്ക് പറയുവാനായിട്ട്. 3ാമത്തേത് കളയണമെന്ന് പറഞ്ഞ് വിചാരിച്ച ഒരു ഡോക്ടറാണ്, ഒരു ഡെൻറ്റിസ്റ്റാണ്. അവരും ഇതുപോലെ വളരെയധികമായിട്ട് നിർബന്ധം പറഞ്ഞു 3ാമത് കുട്ടി വേണ്ട. പക്ഷേ ഞാൻ ചെന്ന് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവരെന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തറിയാം എന്ന്. എനിക്കറിവില്ല, പക്ഷേ ദൈവം നമ്പുരാൻ തന്ന അറിവിലാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അവരോട് നിർബന്ധപൂർവ്വം ഞാനും അങ്ങ് പറഞ്ഞു. ലാസ്റ്റ് ആ വ്യക്തി ഒരു കാര്യത്തിലേക്ക് എൻ്റെ ഒരു വാക്കിൽ അടുത്തു വന്നു.
ഞാൻ പറഞ്ഞ ഒരു വാക്കാണ് റോമാലേഖനം 9-ാം അധ്യായം 16-ാം വാക്യം പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നൊരു വാക്ക് അവരോട് പറഞ്ഞപ്പോൾ, ആ ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞപ്പോൾ എന്തോ അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിമിഷം കയറി. അങ്ങനെയാണ് അവർ ഒന്നും പിന്നെ നിശബ്ദയായി. ആ കുഞ്ഞും പിന്നീട് ജനിച്ചു. ആ കുഞ്ഞിനെ ഒരു 9 വയസ്സുള്ളപ്പോൾ അതിൻ്റെ വല്യമ്മ എന്നെ കൊണ്ട് കാണിച്ചു, എനിക്ക് സ്തുതി തരിയിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് കളയാനിരുന്ന കുഞ്ഞാണിത്. അവൾ ഇന്ന് വളരെ സ്കൂളിലെ കലാതിലകവും വലിയ വലിയ പ്രഗത്ഭയായിട്ട് ആ കുഞ്ഞു ഉയർന്നു. അങ്ങനെ പല കുട്ടികളുടെയും കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ ഇതുപോലെയുള്ള ഗർഭിണികളെ ചെന്ന് കാണാനോ സംസാരിക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത്, എവിടെ ഒരു ഗർഭിണിയുണ്ടെന്ന് കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരെടുത്തു വെച്ച് അവരുടെ പ്രസവം വരെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവരെ ഇടയ്ക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാനും മനസ്സിന് ധൈര്യം കൊടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ പരിശ്രമിക്കാറുണ്ട്. അങ്ങനെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, അയർലൻഡ് 4 രാജ്യങ്ങളിൽ ചെന്ന് എനിക്ക് പല ഗർഭിണികളെയും അതുപോലെ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ. നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൽ ധാരാളം പേരെ കൊടുക്കുന്നു, മറ്റു രാജ്യങ്ങളിലുള്ളവരെക്കുറിച്ച് അറിയുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ചെന്നപ്പോൾ ഉള്ള ഗർഭിണികളെ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കാനും ആശ്വാസം കൊടുക്കാനും ധൈര്യം കൊടുക്കുവാനും ദൈവനാമത്തിൽ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ഒരു എക്സിബിഷന് വേണ്ടി പോയി. ആദ്യകാലത്തൊക്കെ എക്സിബിഷൻ ഒരു 3/4 മണിക്കൂർ വീഡിയോ വെച്ച് ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് പുറത്ത് കടയിൽ ചെന്ന് ഒരു ജ്യൂസ് ചോദിച്ചു. ഉടനെ കടക്കാരൻ ചോദിച്ചു, എവിടുത്തുകാരനാണ്? അങ്ങനെയാണല്ലോ, നാട്ടിൻപുറത്ത് ഒരാളെ പുതിയ ആളെ കാണുമ്പോൾ ചോദിക്കും എവിടുത്തുകാരനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഏതാ പള്ളിയിലെ പരിപാടിയുടെ ആളാണോ? അതെ. ക്ലാസ് എടുത്തിയ ആളാണോ? അതെ. താൻ എന്നാടോ 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇവിടുത്തെ അച്ഛൻ ഇന്നാണ് എന്നെ വിളിച്ചത്, നേരത്തെ വിളിച്ചിരുന്ന് ഞാൻ വന്നേനെ. വീണ്ടും അയാൾ എന്നോട് ചോദിക്കുക, താൻ എന്നാടോ 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ ജ്യൂസ് എടുക്കുക. അയാൾ അകത്തോട്ട് കയറി. ഞാൻ വിചാരിച്ചു ജ്യൂസ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കൈയും കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി കടയ്ക്കകത്ത് കയറി അദ്ദേഹം തോളെ പിടിക്കുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുക. ചോദിച്ചു, എന്താണ് സംഗതി? എന്താ ചേട്ടാ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. ആദ്യത്തെ കുഞ്ഞ് 8 മാസമുണ്ട്. ഗർഭിണിയായപ്പോൾ ഞാൻ അവളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ വല്ല ടോണിക്കോ ഗുളിക തരാൻ. ഡോക്ടർ പറഞ്ഞു, ശരിയാകത്തില്ല, ആദ്യത്തെ കുഞ്ഞിന് 8 മാസമല്ലേ ഉള്ളൂ, ആ കുഞ്ഞിന് ആരോഗ്യം കിട്ടിയല്ല, തൻ്റെ ഭാര്യയ്ക്ക് അതിന് ആരോഗ്യമില്ല, വേഗം അബോർഷൻ ചെയ്യും. പുള്ളി പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി വന്നതല്ല. ഡോക്ടർ ഒന്നും കൊടുത്തില്ല, അവരെ പറഞ്ഞു വിട്ടു. ഏതാണ്ട് 1 മാസം അടുക്കാറായപ്പോൾ അവർക്ക് ശക്തമായ പനിയും വയറ്റുവേദനയും. ഈ പാവപ്പെട്ട ജ്യൂസ് കടക്കാരൻ അവരെയും കൂട്ടി ഈ ഡോക്ടറെ അടുത്ത് ചെന്നു. നമ്മൾ പറയും, ഏതെങ്കിലും ഡോക്ടർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ കോമ്പൗണ്ടിൽ കയറരുത്, മൂല്യബോധമുള്ള ഡോക്ടർമാരെ തപ്പിക്കോണം. ആ ഡോക്ടറെ അടുത്ത് തന്നെ ചെന്നപാട് ഡോക്ടർ പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാണ്, ഉടനെ അബോർഷൻ നടത്തി ചികിത്സിച്ചില്ലെങ്കിൽ തൻ്റെ ഭാര്യ മരിച്ചു പോകും. ഏത് ഭർത്താവ് അത് കേട്ടാൽ ഞെട്ടിപ്പോകാത്തത്? ആ മനുഷ്യൻ്റെ തോളെ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക, 2 ആഴ്ച മുമ്പ് 1800 രൂപ എന്നെ വാങ്ങിയിട്ട് ആ ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ കൊന്നു. താൻ 2 ആഴ്ച മുമ്പ് ഇവിടെ ക്ലാസ്സിന് വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മരിക്കത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ആരും എവിടെയും പ്രായമായിട്ട് ഭാര്യ എവിടെയും പ്രോലൈഫിൻ്റെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ എങ്ങനെയും പോകാൻ താല്പര്യപ്പെടുക്കുന്ന ഇതുപോലത്തെ സംഭവങ്ങൾ, ഇതുപോലത്തെ അനുഭവങ്ങൾ പലതും ഉള്ളതുകൊണ്ട് നമ്മൾ ചെല്ലാതിരുന്നാൽ, നമ്മളിലൂടെ ദൈവം ഇടപെടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, എൻ്റെ ഒരു വാക്കിലൂടെ അവിടെ ഒരു ജീവനെ രക്ഷിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോലൈഫർ അവിടെ പോയില്ലെങ്കിൽ, ആ നശിക്കുന്ന ജീവന് ഉത്തരവാദി അവരായിരിക്കും എന്നാണ് എൻ്റെ ബോധ്യം. ഇങ്ങനെ ആദ്യത്തെ വർഷത്തെ കൃപയുടെ പ്രവർത്തനങ്ങളിൽ, കൃപ എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പള്ളികളിലൊന്നും പ്രസംഗമല്ല, പൊതുജനങ്ങളിൽ. അത് കാരണം എപ്പോഴും റാലികൾ, ലഘുലേഖ വിതരണം, കവലയിൽ നിന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കവലയിൽ സ്റ്റേജ് കെട്ടി മീറ്റിംഗ് നടത്തുക, തെരുവുകാളം നടത്തുക. ഇതൊക്കെയായിരുന്നു ശൈലി. ഞങ്ങളുടെ ആദ്യത്തെ 1 വർഷത്തെ കൃപയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞപ്പോൾ 161 കുഞ്ഞുങ്ങളുടെ അമ്മമാരെ അല്ലെ അപ്പന്മാരാണ് ഞങ്ങളെ ഫോൺ വിളിച്ച് കളയാനിടുന്നതാ, ഇനി ഞങ്ങൾ കളയത്തില്ല എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരൊന്ന് ആലോചിച്ച്, ഉണ്ടായ ബുദ്ധിമുട്ടുകളൊന്നും അവർ ശ്രദ്ധിക്കാതെ 162 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അന്ന് സാധിച്ചു. എത്ര വർഷം മുമ്പാണ്? 27, 28 വർഷം, 29 വർഷം മുമ്പ്. ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിന്റെ എവിടെയൊക്കെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ.
വിവാഹിതരായി അവരുടെ മക്കളും ഒക്കെ. ഒരു അബോർഷൻ നടക്കുമ്പോൾ ഒരു കുഞ്ഞിനെ അല്ല നമ്മൾ കൊല്ലുന്നത്. ആ കുഞ്ഞിലൂടെ ഈ ഭൂമിയിൽ നടപ്പാക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയാണ് നമ്മൾ തകർക്കുന്നത്. ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്ക് വരുന്നു, അവിടെ കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അവരെയൊക്കെയാണ് ആ ഒരു കുഞ്ഞ് ഇല്ലാതെ വരും നശിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു തലമുറയാണ് ഇല്ലാതാക്കുന്നത്. ആ തലമുറകളിലൂടെ ഈ ഭൂമിയിൽ നടക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയാണ് ഇല്ലാതാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തരും ഈ ഒരു ദൗത്യമുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ പ്രോലൈഫർ ആരോട് പറയുന്നതല്ല, ജീവൻ നശിപ്പിക്കപ്പെടുന്നിടത്ത് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്ന നിമിഷം മുതൽ സ്വാഭാവികമായ വ്യക്തി മരിക്കുന്നത് വരെ പല പല പ്രതിസന്ധികളിലും വെല്ലുവിളികളെയും അഭിമുഖിച്ചാണ് ജീവിതം കടന്നു പോകുന്നത്. അതിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രോലൈഫർക്ക് മാത്രമേ അതിന് പോകാൻ തയ്യാറാവുകയുള്ളൂ. നാട്ടിൽ ഒത്തിരി പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ട്, അതൊക്കെ വേറെ പല പല ദൗത്യത്തിലുള്ളവരാണ്. പക്ഷേ ഒരു ജീവന്റെ കാര്യം വരുമ്പോൾ പ്രോലൈഫർ എന്ന ദൈവത്തിന് പ്രത്യേകമായ വിളി ലഭിച്ചവർ, വിളിക്കുള്ള വിളി എന്നാണ് ഞങ്ങളുടെ ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട റോയ്സ് അച്ഛൻ പറയുന്നത്. ആ വിളി ലഭിച്ചവര് നിസ്സംഗരായിരുന്നാൽ, അവർ പുറകോട്ട് നിന്നാൽ തകർക്കപ്പെടുന്ന ജീവനാണ് മറക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീ എബ്രഹാം ആൻഡ് മേഴ്സി പുത്തൻകുളം അവരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പരിചയം വളരെ ദീർഘനാളുകൾക്ക് മുൻപ് ഉള്ള സംഭവങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെ ആ കുടുംബത്തോട് തീർച്ചയായിട്ടും വലിയ ബന്ധമുണ്ടായി. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, മേഴ്സി എപ്പോഴും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കർത്താവ് പ്രാർത്ഥനയിലൂടെ നൽകുന്ന സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വളരെ സഹായമായിട്ട് ലഭിക്കുമായിരുന്നു. അത് വളരെയധികം സന്തോഷപ്രദമായ ഒരു അനുഭവമായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീ എബ്രഹാം പുത്തൻകുളം, ഞാൻ കുടുംബ പ്രേക്ഷിത വകുപ്പിൻ്റെ രൂപത ഡയറക്ടറായിരുന്ന അവസരത്തിൽ എൻ്റെ സഹപ്രവർത്തകനായിട്ട് കടന്നു വരികയും കുടുംബ പ്രേക്ഷിത രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജീവന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ദൗത്യമാണെന്ന ബോധ്യത്തോടെ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുവാൻ അദ്ദേഹം ഏറ്റവും മുൻപിലായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരമായിട്ടാണ് ഈ പ്രോലൈഫ് പ്രവർത്തനങ്ങളെ കാണുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കേരളത്തിലെ തന്നെ പ്രോലൈഫ് പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ശ്രീ എബ്രഹാം പുത്തൻകുളത്തെ നമുക്ക് മറക്കാൻ പറ്റുകയില്ല. കാരണം എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ അദ്ദേഹം വേണ്ട പ്രേരണകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ടും ഇവിടെ ഓർക്കുകയാണ്. കൃപാ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൃപയുടെ മാത്രമായിട്ട് നിൽക്കുന്ന ആവരുതല്ലോ എന്ന് കരുതി 2000 ആണ്ടിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ജീവൻ ജ്യോതിസ് പ്രോലൈഫ് സെല്ല് പ്രവർത്തനം ആരംഭിച്ചു. മാർ വർക്കി വിദേത്തി പിതാവ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് അതിരൂപതയിലെ പ്രോലൈഫ് സെല്ലിൻ്റെ പേരിൽ വളരെയധികം രൂപതയിൽ ജീവൻ്റെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. MTP ആക്ടിനെതിരെ കേരളത്തിലെ പ്രധാന ടൗൺ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി തുടങ്ങിയ ടൗണുകളിൽ വലിയ റാലിയും സമ്മേളനങ്ങളും നമുക്ക് രൂപതയുടെ പ്രോലൈഫ് പ്രവർത്തനത്തിൻ്റെ പേരിൽ നടത്താൻ സാധിച്ചു. ART ബില്ല് വന്നപ്പോൾ അതിശക്തമായി നമ്മളതിനെതിരെ പ്രതികരിച്ചു. പല കവലകളിലും മീറ്റിങ്ങുകളൊക്കെ നടത്തി ഏറ്റവും ഒടുവിൽ ഒരു ഒപ്പുശേഖരണം നടത്തി. അതിരൂപതയിലെ എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തി ഓരോ ഇടവുകളിലും പേപ്പർ വെച്ച് ഒപ്പിടിച്ച് അഭിനന്ദ ജോസഫ് പെരുന്നോട്ടം പിതാവ് അത് ഡൽഹി കൊണ്ടുപോയി മൻമോഹൻ സിംഗ്, അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ ഏൽപ്പിക്കുകയും അതിൻ്റെ പേരിൽ ART ബില്ല് ആയി മുന്നോട്ട് പോകുന്നത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് രൂപതയുടെ പ്രവർത്തനത്തിലുണ്ടായ ഒരു വലിയ മികവാണ്. അതിശക്തമായ
പ്രവർത്തനങ്ങളാണ് രൂപതയിലെ ജീവൻ ജോസ് പ്രോലൈഫ് സെന്ററിൻ്റെ പേരിൽ നടത്താൻ സാധിച്ചിരുന്നത്. ആയിരത്തി 1997 ഞാൻ പ്രോലൈഫ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ അന്ന് അഭിമന്യ ജോസഫ് പൗത്യപിതാവായിരുന്നു ഇവിടുത്തെ മെത്രാപ്പൊലിത്ത. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ യുവാഞ്ചലിയം ഈത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ അവതാരിക എഴുതിയ ആൾ പൗത്യപിതാവായിരുന്നു. ഇതറിയാവുന്നതുകൊണ്ട് തന്നെ പൗത്യപിതാവിനെ പോയി കണ്ടു. ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന കാര്യവും ഇതേക്കുറിച്ച് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അതിന് പ്രോത്സാഹനം തരികയാണ് ചെയ്തത്. ഇടയ്ക്കൊക്കെ കാണാൻ ചെല്ലുമ്പോൾ അന്നത്തെ പിതാവിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന ഫിലിപ്പ് നെൽപ്പരിപ്പുറം അച്ഛനും ആയി സംസാരിക്കുമ്പോൾ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ദിവസമുള്ള പത്രങ്ങൾ ഒക്കെ വായിക്കണം, ജീവനെതിരായുള്ള വാർത്തകൾ കാണുമ്പോൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം. അന്നൊക്കെ പത്രാധിപർക്ക് കത്ത് എന്നൊരു ഭാഗം പത്രങ്ങളിലുണ്ടായിരുന്നു, അത് നിങ്ങൾ എഴുതണം. ജീവനെതിരായ ഒരു പ്രവൃത്തി എവിടെ നടക്കുമ്പോഴും കൈകെട്ടി നിൽക്കരുത്, ആക്റ്റീവായി സജീവമായി മുന്നോട്ട് നീങ്ങണം. അങ്ങനെ എപ്പോഴും പ്രോത്സാഹനം തന്നെ നടന്നുകൊണ്ടിരുന്ന പൗത്യപിതാവിനെ ഈ സമയം ഓർക്കുകയാണ്. രൂപതയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉണ്ടായ മറ്റൊരു ചിന്തയാണ്, ഇത് ചങ്ങനാശ്ശേരിയിലും കൃപയിലും മാത്രം നിൽക്കേണ്ടതല്ലല്ലോ, ഇത് കേരളം ഒട്ടാകെ വരണ്ടേ. ആ ചിന്തയിലാണ് അന്ന് KCBCയുടെ ഫാമിലി കമ്മീഷൻ ചെയർമാനായിരുന്ന അഭിമന്യ പോൾ ചെറ്റിലപ്പള്ളി പിതാവ് താമരശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്നു. താമരശ്ശേരി പോയി അദ്ദേഹത്തെ 2 പ്രാവശ്യം അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി കണ്ട് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഒടുവിൽ അദ്ദേഹം അടുത്ത ഫാമിലി കമ്മീഷൻ മീറ്റിങ്ങിൽ വന്ന് ഇത് അവതരിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫാമിലി കമ്മീഷൻ യോഗത്തിൽ ചെന്ന് ഇതേക്കുറിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രവർത്തിക്കുന്ന ആവശ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അന്ന് എല്ലാവരും ഒന്നിച്ച് KCBCയുടെ ആഭിമുഖ്യത്തിൽ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അനുവാദം തന്നത്. അന്ന് ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ആയിരിക്കുന്ന വൈദിക ബഹുമാനപ്പെട്ട ജോസ് കോട്ടയിലച്ചൻ പ്രസിഡൻറ്റും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളായിരുന്നു മറ്റ് സ്ഥാനങ്ങൾ. ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് അന്ന് എന്നെയാണ് തിരഞ്ഞെടുത്തത്. ആ KCBCയുടെ പ്രോലൈഫ് പ്രവർത്തനത്തിൻ്റെ ഫലമായി അക്കാലത്ത് കേരളത്തിലെ 14 രൂപതകളിൽ പ്രോലൈഫ് സെൽ സജീവമായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വർഷം, അതായത് 2000 ആണ്ടിൽ ബോംബെയിലെ ഏഷ്യ പസഫിക് പ്രോലൈഫ് കോൺഫറൻസ് നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മാത്യു കല്ലുകളച്ചനുമായിട്ട് അത് സംബന്ധിക്കാനിടയായി. അവിടെ ഒരു ദേവാലയത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അജാത ശിശുക്കളുടെ ഒരു സ്മാരകം കണ്ടു. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അന്നേരം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അത്തരത്തിലുള്ള ഒരെണ്ണം ബാംഗ്ലൂരും ഒന്ന് മദ്രാസിലുമുണ്ട്, വേറൊരിടത്തുമില്ല. അന്ന് മുതലുള്ള ചിന്തയായിരുന്നു ഇതുപോലെ ഒരെണ്ണം ചങ്ങനാശ്ശേരിയിലും ആരംഭിക്കണം. അഭിമന്യ ജോസഫ് പൗത്യപിതാവിനെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ പിതാവ് സന്തോഷത്തോടെ നല്ല കാര്യം ആരംഭിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അഭിമന്യ പൗത്യപിതാവ് തന്നെ വന്ന് കത്തീഡ്രലിൻ്റെ കോമ്പൗണ്ടിൽ അകത്തെ കല്ലിടുകയാണ് ചെയ്തത്. 2018 ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 230 ഇടവുകളിലും ഒരു ദിവസം വീതം മിസ് ജിയന ബെരേറ്റ മോളയുടെ തിരുശേഷിപ്പ് കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അത് രൂപത മുഴുവൻ ഒരു ചലനം ഉണ്ടാകാനിടയായി. മിസ് ജിയനെക്കുറിച്ചും പ്രോലൈഫിനെ കുറിച്ചും ആളുകൾക്കൊരു ബോധ്യം കൊടുക്കാനിടയായി. അതിൻ്റെ സമാപനം ഒരാഴ്ച ചങ്ങനാശ്ശേരിയിലെ ജീവൻ്റെ വാരാഘോഷം എന്നും പറഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ സെമിനാറ്, നേഴ്സസിൻ്റെ സെമിനാറ്, അധ്യാപകരുടെ സെമിനാറ് പ്രോലൈഫ് കൺവെൻഷനായി നടത്തി. അതിൻ്റെ സമാപനത്തിൽ ഈ അജാത ശിശുക്കളുടെ സ്മാരകം അഭിമന്യ ജോസഫ് പെരുന്നോട്ടം പിതാവ് അന്ന് വെഞ്ചരിക്കുകയുണ്ടായി. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ ഒരെണ്ണം ആരംഭിച്ചു എന്ന് അറിയുന്നു. പല പള്ളികളിൽ നിന്നും അവിടേക്ക് പ്രോലൈഫേഴ്സ് പ്രാർത്ഥിച്ച് അവിടെ വരികയും
സന്ദർശിച്ചു പോകുന്നൊരു പതിവുണ്ട്. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് ഗർഭഛിദ്രത്തിലൂടെ കൊലയപ്പെട്ടവർ മാത്രമല്ല, മിസ്കാരേജിലൂടെയൊക്കെ നശിച്ച, ജനിക്കാനിടയാകാതെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെ ഓർക്കുവാനുള്ള ഒരു സ്മാരകം. സ്വാഭാവികമായ അബോർഷൻ അല്ലാതെ മിസ്കാരേജായി ഗർഭം അലസിപ്പോകുന്ന കുഞ്ഞുങ്ങളെ ഇന്ന് എന്താണ് ചെയ്യാറുള്ളത്? ആ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയല്ലേ ചെയ്യുന്നത്? കത്തോലിക്ക സഭയുടെ കാനൻ ലോയിൽ പ്രസവശേഷം കുഞ്ഞിന് മാമൂസ നൽകാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കളുടെ കുഞ്ഞ് മാമൂസ ലഭിക്കാതെ ഗർഭത്തിൽ വെച്ചോ മറ്റോ മരിക്കാനിടയായാൽ ആ കുഞ്ഞിനെ പ്രാദേശിക സഭാധികാരിയുടെ തീരുമാനപ്രകാരം മൃതസംസ്കാരം നൽകാവുന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ മാമൂസ മുക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞ് മിസ്കാരേജായി നഷ്ടപ്പെട്ടു പോയാലും ആ കുഞ്ഞിനെ സിമിത്തേരിയിൽ വലിയ ആഘോഷമൊന്നുമായിട്ടല്ല ആ കുഞ്ഞിനെ അവിടെ അടക്കാൻ അനുവാദമുണ്ട്. സഭ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ആരും അത് തിരിച്ചറിയുന്നില്ല. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ജീവനാണ് അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞ്. അത് സ്വാഭാവികമായി എന്തോ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ല, ആ കുഞ്ഞിനെ ഏതെങ്കിലും വിധത്തിൽ കുഞ്ഞ് മരിച്ചു പോകാനിടയായാൽ ആ കുഞ്ഞിനെയും പള്ളിയിലെ മൃത സെമിത്തേരിയിൽ അടക്കേണ്ടതാണ്. പല പള്ളികളും അതിനുവേണ്ടി ഒരു കൊച്ചു കല്ലറ മാറ്റിയിട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുവന്ന് അടക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കുഞ്ഞിനോട്, ജീവനോട് കാണിക്കുന്ന വലിയൊരു കാരുണ്യമാണ്, ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ഇവിടെ തന്നെ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങൾ ഇരട്ടയായിരുന്നു, മാസം തികയാതെ ജനിച്ചു. 2 മാസം മുമ്പ് ജനിച്ചു. ആ കുഞ്ഞുങ്ങൾ പുറത്ത് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് കുഞ്ഞ് പുറത്ത് വന്നത്. നേഴ്സുമാർ കുഞ്ഞിൻ്റെ നെറ്റി കുരിശ് വരച്ചാണ് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തത്. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് മരിച്ചു. ആ കുഞ്ഞിൻ്റെ അപ്പന് പള്ളിയിൽ അച്ഛനോട് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 12 മണിയായിരുന്നു. ആളുകളെ വിളിച്ചപ്പോൾ അച്ഛന്മാരാരെയും കിട്ടിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും അതിന് സമ്മതിച്ചില്ല. എന്തിനാണ് ഈ ഒരു ഭാരം കൊണ്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞ് സമ്മതിക്കാതെ ആ കുഞ്ഞിനെ ആശുപത്രിയിൽ തന്നെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാൻ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച്, നമ്മളെപ്പോലെ തന്നെ ആദരവോടെ കാണേണ്ട ഒരു മൃതദേഹത്തെ ആശുപത്രികളിലെ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ് പട്ടികളും പൂച്ചകളുമൊക്കെ കടിച്ചു കയറുന്ന ഒരു അവസ്ഥയിലേക്ക് തള്ളുന്നത് ഏറ്റവും ക്രൂരമായൊരു പ്രവൃത്തിയാണ്. ഇന്ന് ലോകം മുഴുവനും 5 കോടിക്ക് മേലെ ഗർഭഛിദ്രം നടക്കുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്ക് പറയുന്നത്. ഈ ജീവനുകളെ രക്ഷിക്കുവാൻ ദൈവത്തെ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് പ്രോലൈഫ് പ്രവർത്തകർ. എന്നാൽ ഇന്നെന്തോ ആദ്യകാലത്തുണ്ടായിരുന്നൊരു തീക്ഷ്ണത ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനും നിങ്ങളൊരു യോനയാണോ? യോനായോട് ദൈവം ഒരു ദൗത്യം കൊടുത്തു, നിനവേ പോയി സുവിശേഷം പ്രസംഗിക്കാൻ. പക്ഷെ അവൻ ഒളിച്ചോടി കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കടന്നു. നമ്മളും ഒരു യോനയാണോ എന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രോലൈഫ് പ്രവർത്തകരോട് ചിലർ പറയാറുണ്ട്, പ്രോലൈഫ് പ്രവർത്തനത്തിൽ അറിഞ്ഞാൽ സാത്താൻ നിങ്ങളെ ശല്യം ചെയ്യുമെന്ന്. അതെ, പണ്ടിവിടെ ബ്രദർ തോമസ് പോൾ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നു, പ്രോലൈഫ് പ്രവർത്തനത്തിനായി നിങ്ങൾ സാത്താൻ പെറുക്കിക്കൊണ്ടുപോകുന്ന അപ്പക്കൊട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നടക്കുന്നവരാണ്. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അവനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ച് ബലമുള്ളവരായിരിക്കണം. കൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ബലമുണ്ടായിക്കൊണ്ട് മാത്രമേ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവുള്ളൂ. ഇതൊരു സോഷ്യൽ വർക്ക് അല്ലെന്നുള്ള അറിയാമല്ലോ, ഒരു ആത്മീയ ശുശ്രൂഷയാണ്, മനുഷ്യജീവനെ തൊടുന്ന ശുശ്രൂഷയാണ്. നമ്മൾ ഭയപ്പെട്ടിരിക്കാനുള്ളവനല്ല. സാത്താനെ പരാജയപ്പെടുത്തി വിജയിച്ച കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ കർത്താവാണ് നമ്മളെ വിളിച്ചത്. ആ കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ നമ്മുടെ ദൗത്യം, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും.